സ്റ്റുഡൻസ്, ഓൾറെഡി നമ്മൾ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് കഴിഞ്ഞ വീഡിയോസായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്ന ഫംഗ്ഷൻസിൽ ഈ പവർ എക്സിൻ്റെത്, ഈ പവർ എ എക്സിൻ്റെത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. കാണാത്തവർ നോക്കിക്കോളുക. നെക്സ്റ്റ് കേസ് 2 ആണ്. കേസ് 2 എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ്, അതായത് റൈറ്റിൽ സൈൻ എ എക്സ് ഓർ കോസ് എ എക്സ് വരികയാണെങ്കിൽ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ എഴുതുന്ന പോലെ തന്നെ 1/FD എഴുതുക, ഓക്സിലറി ഇക്വേഷൻ എഴുതുക. നെക്സ്റ്റ് സൈൻ എ എക്സ് ഓർ കോസ് എ എക്സ് അത് ഏതാന്ന് വെച്ചാൽ അത് പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് ആ ഇക്വേഷനിൽ ഡി സ്ക്വയർ എവിടെയൊക്കെ ഉണ്ടോ ആ ഡി സ്ക്വയറിന്റെ പ്ലേസിൽ മാത്രം മൈനസ് എ സ്ക്വയർ പുട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡി ക്യൂബ് ഒന്നുമല്ല, ഡി സ്ക്വയറിന്റെ പ്ലേസിൽ മാത്രം മൈനസ് എ സ്ക്വയർ ആണ്. അതും ശ്രദ്ധിച്ചോളണം, മൈനസ് എ ദ ഹോൾ സ്ക്വയർ അല്ല, മൈനസ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് പുട്ട് ചെയ്ത് കൊടുത്ത് സൈൻ എ എക്സ് കോസ് എ എക്സ് അവിടെ തന്നെ പ്ലേസ് ചെയ്യാം. ഇനി ഈ എഫ് ഓഫ് മൈനസ് എ സ്ക്വയർ 0 ആയി പോകുന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ അത്തരം കണ്ടീഷൻസിൽ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. 1/d സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സൈൻ എക്സോ കോസ് എ എക്സോ വരികയാണെങ്കിൽ സൈൻ എ എക്സ് ആ വരുന്നതെങ്കിൽ നമുക്ക് അവിടെ സൈൻ എ എക്സ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇമാജിനറി പാർട്ട് ഓഫ് ഇ പവർ എ എക്സ് എന്ന് എഴുതുക. സൈൻ എ എക്സിന് ഇമാജിനറി പാർട്ട് ഓഫ് ഇ പവർ ഐ എ എക്സ്. അതേപോലെ തന്നെ കോസ് ആണ് വരുന്നതെങ്കിൽ, കോസ് എ എക്സ് ആണ് വരുന്നതെങ്കിൽ റിയൽ പാർട്ട് ഓഫ് ഇ പവർ ഐ എ എക്സ് എഴുതുക. ഇ പവർ ഐ എ എക്സ് എന്ന് പറയുന്നത് കോസ് എ എക്സ് പ്ലസ് ഐ സൈൻ എ എക്സ് ആണ്. അപ്പോൾ അതിന്റെ റിയൽ പാർട്ടാണല്ലോ കോസ് എ എക്സ്, ഇമാജിനറി പാർട്ടാണ് സൈൻ എ എക്സ്. സൈൻ എ എക്സിന് റിയൽ ഇമാജിനറി പാർട്ടും കോസിന് റിയൽ പാർട്ടും. ഓക്കെ, ബാക്കി നമുക്ക് ഓരോ പ്രോബ്ലങ്ങളിൽ നോക്കാം. ഒരു പ്രോബ്ലം ആണ് സോൾവ് ഡി സ്ക്വയർ പ്ലസ് 4y ഈക്വൽ ടു കോസ് 3x. ഇതൊരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതോടൊപ്പം തന്നെ കേസ് 2 ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പവർ എക്സ് അല്ല, കോസ് 3x ആണ് വന്നേക്കുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഫസ്റ്റ് CF കണ്ടുപിടിക്കുക. CF കണ്ടുപിടിക്കാനായിട്ട് ഓക്സിലറി ഇക്വേഷൻ എഴുതുക, സോൾവ് ചെയ്തെടുക്കുക. ഡി സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0, ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു -4 എന്ന് വരും. റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് √2i. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ ഇമാജിനറി വരുമ്പോഴത്തേക്ക് കോംപ്ലക്സ് റൂട്ട് C1 cos 2x പ്ലസ് C2 sin 2x. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കോംപ്ലക്സ് റൂട്ട് എഴുതുമ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റരുത്. ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു -4, ഡി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് √-4 എന്ന് വരും. ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √-1 ഇൻറ്റു √4 എന്ന് എഴുതാം. √-1 ആണ് i എന്ന് പറയുന്നത്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 2i അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ CF കിട്ടി. ഈ നെക്സ്റ്റ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ എഴുതാൻ വേണ്ടി 1/d സ്ക്വയർ പ്ലസ് 4 കോസ് 3x. നെക്സ്റ്റ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്, ഡി സ്ക്വയറിന് മാത്രം ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ സ്ക്വയർ വിത്ത് നെഗറ്റീവ് -a സ്ക്വയർ പുട്ട് ചെയ്യുക. അങ്ങനെ -3 സ്ക്വയർ പുട്ട് ചെയ്യുന്നു. ആഡ് ചെയ്തെടുക്കുമ്പോൾ -5 വരും. ഇവിടെ -9 പ്ലസ് 4 -5 കോസ് 3x. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതാം. CF പ്ലസ് PI. അങ്ങനെ ആൻസർ കിട്ടി. സെക്കൻഡ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, റൈറ്റിൽ ഇ പവർ 3x കോസ് 5x ആണ് ഉള്ളത്. ഫസ്റ്റ് CF കണ്ടുപിടിക്കാനായിട്ട് ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കാം. സെയിം റൂട്ട്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ സെയിം റൂട്ട്സ് കിട്ടുമ്പോൾ CF എഴുതാനായിട്ട് CF ഇ പവർ 2x C1x പ്ലസ് C2 എന്ന് എഴുതാം. ഇല്ലെങ്കിൽ തിരിച്ച് C1x പ്ലസ് XC2, ഏതെങ്കിലും കോൺസ്റ്റന്റിന് x കൊടുക്കുക. അപ്പോൾ രണ്ടും യൂസ് ചെയ്യാം. നെക്സ്റ്റ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ, റൈറ്റിൽ 2 ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ Pi1 Pi2 എന്ന് എഴുതി ഓരോന്നും കണ്ടുപിടിക്കാം. ഇ പവർ 3x നമ്മുടെ കേസ് 1 ആദ്യം പറഞ്ഞതാണ്. എക്സിന്റെ കോയിഫിഷ്യന്റ് ഡിക്ക് കംപ്ലീറ്റ് ആയിട്ട് പുട്ട് ചെയ്യാം. സോ 9 + 12 + 4 വരും. 1/25 ഇ പവർ 3x എന്ന് കിട്ടും. നെക്സ്റ്റ് Pi2 1/FD കോസ് 5x. ഇവിടെ FD ഇക്വേഷൻ എഴുതുന്നു.
ഇക്വേഷൻ എഴുതിയിട്ട് ഡി സ്ക്വയറിന് മാത്രമാണ് -5² പുട്ട് ചെയ്യുക. -5² ആണ്. സോ -25 എന്ന് വരും. -5 ദ ഹോൾ സ്ക്വയർ അല്ല, -5 ദ ഹോൾ സ്ക്വയർ അല്ല. ഓക്കെ, ഇതാണ് ശരി. അങ്ങനെ -25 + 4d + 4 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ഒക്കെ എടുത്തു, -21 എന്ന് കിട്ടും. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേമിൻ്റെ കോൺജുഗേറ്റ്, അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആക്കുക, അല്ലെങ്കിൽ ഇത് പ്ലസ് ആക്കുക. ആ ഒരു ടേം എടുത്ത് നമ്മുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇവിടെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനാണല്ലോ എളുപ്പം. അപ്പോൾ 4d + 21 കൊടുത്തു. ആ ടേം കൊണ്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ a - b × a + b. ഇക്വേഷൻ a - b × a + b ആയിട്ട് വരികയാണ്. അപ്പോൾ a² - b² എന്ന് ഡിനോമിനേറ്റർ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ 4d² - 21². ന്യൂമറേറ്റർ അതുപോലെ ഉണ്ട്. നെക്സ്റ്റ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് 16d² 21 441 കൊടുത്തു. അപ്പോൾ പിന്നെയും ഡിനോമിനേറ്ററിൽ ഒരു d² വന്നേക്കുവാണ് അല്ലേ. അപ്പോൾ d² എവിടെ കണ്ടാലും നമുക്ക് -5² പുട്ട് ചെയ്യാം. d²ന് -5² പുട്ട് ചെയ്യാം. അങ്ങനെ പുട്ട് ചെയ്ത് 16 ഇൻറ്റു ഒക്കെ ചെയ്തെടുത്ത് -441 കാൽക്കുലേറ്റ് ചെയ്ത് -841 കിട്ടിയേക്കുവാണ്. ന്യൂമറേറ്റർ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ 4d + 21 ഹോൾ ഇൻറ്റു cos 5x ആണ്. സോ നമുക്കിനി ഇത് ഓരോ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ d നമ്മൾ d/dx-നാണല്ലോ കൊടുക്കുന്നത്, അതായത് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ -841 4d cos 5x + 21 cos 5x, d ഉള്ള പ്ലേസിൽ ഡെറിവേറ്റീവ് എടുക്കാം. -1 841 cos 5x-ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. cos x-ന്റെ ഡെറിവേറ്റീവ് -sin x ആണ്. അപ്പോൾ cos 5x -sin 5x, പിന്നെ ഈ 5x-ന്റെ ഡെറിവേറ്റീവ് കൂടെ എടുത്ത് ഇൻറ്റു വേണം. അങ്ങനെ 5 + 21 cos 5x അതുപോലെ എഴുതുക. നെക്സ്റ്റ് ഒന്ന് 4ഉം 5 കൂടെയൊക്കെ ഇൻറ്റു ചെയ്ത് -20 എന്ന് കിട്ടും. അങ്ങനെ ഈ ഒരു ആൻസർ കിട്ടി. അപ്പോൾ PI 2 ആയി കിട്ടിയേക്കുന്നത്. ഹെൻസ് ദ സൊല്യൂഷൻ ഈസ് CF + PI1 + PI2. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് എല്ലാം എഴുതുക. താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ഓർത്തോളൂ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ സോൾവ്. ഇക്വേഷൻ കണ്ടല്ലോ. അപ്പോൾ ഈ റൈറ്റിൽ നോക്കിയേ, ഒരു ട്രിഗണോമെട്രിക് ആണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് സമ്മോ സബ്ട്രാക്ഷനോ ആയിട്ട് കിട്ടണം. അപ്പം അതിന് വേണ്ടി നമ്മളൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഈ 2 cos A cos Bക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. cos of A + B + cos A - B. 2 cos A cos B ആണെങ്കിൽ cos A + B + cos A - B. അപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുവാണ്. സോ ഇവിടെ 2 ഇല്ല, അപ്പോൾ /2 ഒക്കെ കൊണ്ടുവന്നേക്കുവാണ്. cos x + cos 5x /2, 3x + 2x, 3x - 2x. ഓക്കെ, അങ്ങനെ റൈറ്റ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് CF ആണ്. CF കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്തു. ഇവിടെ സോൾവ് ചെയ്ത് ഡിഫറെൻറ്റ് റൂട്ട്സ് ആണ് കിട്ടിയേക്കുന്നത്. 6/4ഉം 4/4, അങ്ങനെ 3/2 1 എന്ന് കിട്ടി. ഡിഫറെൻറ്റ് റൂട്ട്സ് ആണ്. സോ CF എഴുതി. C1 e⁴x/2 + C2 e⁴x. നെക്സ്റ്റ് PI കണ്ടുപിടിക്കാനായിട്ട്, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എഴുതുകയാണ്. ഇവിടെ റൈറ്റിൽ ചേഞ്ച് ചെയ്ത ഇക്വേഷൻ എഴുതി. ഇപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. ഇവിടെ PI1 PI2 കണ്ടുപിടിക്കുന്നില്ല, കുറച്ച് ലൈൻ ലെങ്തി ആവുന്നേ ഉള്ളൂ. ഒരുമിച്ചങ്ങ് കണ്ടുപിടിക്കുവാണ്. ഓക്കെ, അങ്ങനെ cos x ഹാഫ് രണ്ടിനും സെപ്പറേറ്റ് ഉണ്ട്, അപ്പോൾ അത് മറന്നു വരുത്. ഹാഫ് കൊടുത്തു. cos x cos 5x. നെക്സ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ d² വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഷ്യൻ്റ് 1 ആണല്ലോ. സോ -1²ഉം ഇവിടെ 5 ആ വന്നേക്കുന്നത്. അങ്ങനെ -5² കൊടുക്കാം. നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നു. 1 - 5d വരുന്നു. ഇവിടെ -47 - 5d. നെക്സ്റ്റ് തൊട്ട് മുന്നേ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് കാൽക്കുലേഷൻ വരുന്നത്. കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 1 - 5dയുടെ കോൺജുഗേറ്റ് ആയിട്ട് 1 + 5d കൊടുക്കുകയാണ്.
ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഒരു നെഗറ്റീവ് 2 ടൈമിനും ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു നെഗറ്റീവ് ഔട്ട് സൈഡ് എടുക്കാം. ഇത് മൈനസ് ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, അങ്ങനെ 47. അപ്പോൾ ഈ നെഗറ്റീവ് നമ്മൾ രണ്ടും ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ അത് പ്ലസ് ആയി. അതിൻ്റെ കോൺജുഗേറ്റ് 47 - 5D. അപ്പോൾ 47 - 5D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. നെക്സ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. ഇനി 1 + 5D. ഇവിടെ പിന്നെ D² വന്നേക്കുവാണ്. അതിന് പിന്നെയും വാല്യൂ കൊടുക്കുകയാണ്. -1 the whole square. -1 സ്ക്വയർ. -1 സ്ക്വയർ. 1-നാണ് സ്ക്വയർ ഉള്ളത്. ഇവിടെയും അതുപോലെ പുട്ട് ചെയ്ത് കൊടുത്തു. D² പുട്ട് ചെയ്ത് കൊടുത്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. ലാർജ് വാല്യൂക്കാണ് വരുന്ന കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. നെക്സ്റ്റ് ഇവിടെ 52 കിട്ടി. ഇവിടെയും ഒരു ലാർജ് വാല്യൂ കിട്ടി. ഇനി മൾട്ടിപ്ലൈ ആണ്. 1 × cos x 5D × cos x. ഇപ്പോൾ cos xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -sin x ആണ്. ഒരുമിച്ച് എഴുതിയേക്കുവാണ് ഡെറിവേറ്റീവ് എടുത്ത്. അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുക. 47 cos 5x. ഇവിടെ D വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഡെറിവേറ്റീവ് എടുക്കുക. d/dx-നെയാണ് നമ്മൾ ക്യാപിറ്റൽ D കൊണ്ട് റീപ്ലേസ് ചെയ്തത്. സോ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എഴുതാനായിട്ട് CF + PI. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ആൻസർ എഴുതുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആൻസർ. എക്സാമ്പിൾ, നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് d² + 25y sin 5x. ഫസ്റ്റ് CF കണ്ടുപിടിക്കാം. ഓക്സിലറി ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് എടുക്കുമ്പോഴേക്കും കോംപ്ലക്സ് റൂട്ടാണ് കിട്ടുന്നത്. d² = -25 കിട്ടും. ഇപ്പോൾ d = ± √-25 എന്ന് കിട്ടും. ± √-1 എന്ന് പറയുന്നത് I ആണ്. 25 5 ആണ്. സോ 5i എന്ന് കിട്ടും. അങ്ങനെ CF കിട്ടി. കോംപ്ലക്സ് റൂട്ട് എഴുതി. ഇവിടെ റിയൽ പാർട്ട് ഇല്ലല്ലോ. അപ്പോൾ ഈ പവറിൻ്റെ ടേം വേണ്ട. ഇപ്പോൾ e⁻0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് PI എഴുതാനായിട്ട് 1/d² + 25-ന് d² വാല്യൂ കൊടുക്കാം. ബട്ട് ഇവിടെയുള്ള പ്രോബ്ലം എന്താ? d² വാല്യൂ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആയിപ്പോവും. സോ നമ്മൾ എഴുതിയേക്കുന്നതിൽ നെക്സ്റ്റ് കേസ് എടുക്കണം. അപ്പോൾ FD = 0 വന്നു കഴിഞ്ഞാൽ സൈനാ വരുന്നെങ്കിൽ ഇമാജിനറി പാർട്ട് ഓഫ് e⁻i5x എന്ന് റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് ഇമാജിനറി പാർട്ടിനെ ഫസ്റ്റ് കൊണ്ടുവരിക. ഇവിടെ നമ്മളൊന്ന് ഫാക്ടർ ആക്കി എഴുതുകയാണ്. ഇപ്പോൾ d² + 25-നെ a - b × a + b ഫോമിലോട്ട് മാറ്റി എഴുതുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്ലസ് ആ വന്നേക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ I പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ I² -1 ആണല്ലോ. അങ്ങനെ നെഗറ്റീവും പോസിറ്റീവ് ആവും. അപ്പോൾ d² + 25-നെ d - 5i d + i5 അങ്ങനെ ഫാക്ടറായിട്ട് എഴുതുക. ഫാക്ടറായിട്ട് എഴുതിയിട്ട് ഈ i5 കൊടുക്കുമ്പോൾ i5 ഏത് ഫാക്ടറിനാണോ കൊടുക്കുന്നത് ആ ഒരു ടേമിന് നമ്മളിങ്ങ് മാറ്റിയ ശേഷം മറ്റേതിന് കൊടുക്കുക. നമ്മുടെ കേസ് 1 തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോളാം. 1/d - 5i ഇവിടെ കൊടുക്കുന്നു. ഇതിന് വാല്യൂ കൊടുത്ത് 10i കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് 10iനെ ഇങ്ങോട്ട് മാറ്റാം. ഇനി ഈ 1/d - 5i ഈ എക്സ്പോണൻഷ്യലൂടെ ചേർത്തിട്ട് ഇതിന് x പുട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ i/-10 x e⁻5ix എന്ന് കിട്ടി. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് ഇങ്ങനെയാണ് കൊടുക്കുക. ഇനി ഈ I കൂടെ കൊണ്ടുവന്ന് ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ I കൊടുത്തു, 2 ടൈമിലും കൊടുത്തു. അപ്പോൾ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് I-യുടെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. അങ്ങനെ -x/10 cos 5x എന്ന് കിട്ടും. സോ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് CF + PI ആണ്. അങ്ങനെ ആൻസർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സോൾവ് d² + 16y = e⁻-3x - cos 4x. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് CF കണ്ടുപിടിക്കുകയാണ് ആദ്യം. CF കണ്ടുപിടിക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. ഓക്സിലറി ഇക്വേഷൻ എഴുതി. ഇവിടെയും കോംപ്ലക്സ് റൂട്ട് തന്നെ കിട്ടും. ± 4i. ഓക്കെ, കോംപ്ലക്സ് റൂട്ടിൽ ഈ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ടേമൊന്നുമില്ല. CF എഴുതി. നെക്സ്റ്റ് നമുക്ക് PI കണ്ടുപിടിക്കാം. അതിൽ PI1 ഫസ്റ്റ് PI1
സോ ഇ പവർ മൈനസ് 3x ഡി സ്ക്വയറിൻ്റെ പ്ലേസിലെല്ലാം കൊടുക്കുക, ഡിയുടെ പ്ലേസുകളിലെല്ലാം ഈ -3 കൊടുക്കുക. അങ്ങനെ കൊടുത്തു 1/25 e - 3x എന്ന് കിട്ടും. നെക്സ്റ്റ് PI2 കണ്ടുപിടിക്കാനായിട്ട് cos 4x ആണ് വന്നേക്കുന്നത്. നമുക്കറിയാം ഇവിടെ 4 കൊടുക്കുമ്പോൾ, അതായത് 4 മീൻസ് മൈനസ് ഡി സ്ക്വയറിന് -4² കൊടുക്കുന്നത്. ഇപ്പോൾ -16 വരുന്നത് ഡി സ്ക്വയറിൽ. സോ +16 0 ആയിപ്പോവും. ഇപ്പോൾ കോസ് വന്നു കഴിഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് e⁻⁴x എന്ന് എഴുതുക. റിയൽ പാർട്ട് ഓഫ്, നേരത്തെ പോലെ തന്നെ ഇവിടെയും ഫാക്ടേഴ്സ് ആക്കുക. ഫാക്ടേഴ്സ് ആക്കിയിട്ട് 0 ആവാത്ത ഫാക്ടറിൽ വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ എക്സ്പോണൻഷ്യലിൻ്റെ പോലെയാണ് കേസ് 1 പോലെ അപ്ലൈ ചെയ്യേണ്ടത്. 1/8 ഈ ഒരു ഫാക്ടറിന് ഫസ്റ്റ് ഡിഗ്രി ആണല്ലോ, സോ എക്സ് എന്ന് പുട്ട് ചെയ്യാം. അങ്ങനെ എക്സ് e⁻⁴x എന്ന് കിട്ടും 1/8. ഇനി ഈ ഡിനോമിനേറ്ററിൽ i വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ റിയൽ പാർട്ട് എഴുതാൻ പാടാം. സോ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു. നെക്സ്റ്റ് ഈ i കൊണ്ട് അകത്തോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ റിയൽ പാർട്ട് ഓഫ് -xi/8 cos 4x + x/8 sin 4x കിട്ടുന്നു. i സ്ക്വയർ വാല്യൂ -1 ആണ്. ഓക്കെ, സോ റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ i ഇല്ലാത്ത പാർട്ട്, അതായത് ഇവിടെ i ഉണ്ട്, ഇതാണ് റിയൽ പാർട്ട്. അപ്പോൾ x/8 sin 4x. അങ്ങനെ കംപ്ലീറ്റ് ആൻസർ എഴുതാം. CF + PI1 + PI2. സ്റ്റുഡൻസ്, അങ്ങനെ കേസ് 1ഉം കേസ് 2ഉം പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് കേസ് 3 എന്ന് പറയുന്നത് റൈറ്റിൽ x⁻m എക്സിൻ്റെ പവേഴ്സാണ് വരുന്നതെങ്കിൽ എങ്ങനെ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാമെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, phi of x = x⁻m, m being പോസിറ്റീവ് ഇൻറ്റിജർ. ഇവിടെ PI കണ്ടുപിടിക്കാനായിട്ട് ഓക്സിലറി ഇക്വേഷൻ എഴുതുക, x⁻m കൊടുക്കുക. ഇനി ഡിനോമിനേറ്ററിലുള്ള ഇക്വേഷനെ നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുപോവാണ്. അപ്പോൾ പവർ -1 കൊടുത്ത് x⁻m എഴുതുക. നെക്സ്റ്റ് ഇവിടെ ഇത് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ ഒന്ന് നോക്കാം. 1 + x ⁻⁻1 എൻ്റെ ഇക്വേഷൻ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഇത് 3. ഓക്കെ, 1 - x + x² - x³ +, എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്യും. പ്ലസ് മൈനസ് അങ്ങനെ. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ കംപ്ലീറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുപോലെ -2 വരുന്നെങ്കിൽ 1 - 2x + 3x² അങ്ങനെ പോകും. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ കംപ്ലീറ്റ് ടേം പോസിറ്റീവ് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. സോൾവ് d²y/dx² + 2dy/dx + y = 2x + x². ഓക്കെ, റൈറ്റിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു പോളിനോമിയലാണ് വന്നേക്കുന്നത്, ഇത് x പവറൊക്കെയാണ് വന്നേക്കുന്നത്. സോ കേസ് 3 അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിനൊക്കെ മുന്നേ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CF ആണ്. അതിനുവേണ്ടി ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. d² + 2d + 1 = 0. അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ പ്രോഡക്റ്റ് ആ ഒരു റൂള് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിട്ടുള്ളവർ ഫോമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇവിടെ നിന്ന് ഡിക്ക് -1 എന്ന് കിട്ടും. അപ്പോൾ സെയിം റൂട്ടാണ് വന്നേക്കുന്നത് e⁻⁻x. അപ്പോൾ ഈ CF എഴുതുന്ന ടേബിള് അറിയില്ലാത്തവർ അതും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്തോളുക. സെയിം റൂട്ട്, ഡിഫറെൻറ്റ് റൂട്ട്, പിന്നെ കോംപ്ലക്സ് റൂട്ട്, ഇങ്ങനെ 3 കണ്ടീഷൻസാണ് വരുന്നത്. ഇപ്പോൾ CF e⁻⁻x C1 + x C2 സെയിം റൂട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാണ് എഴുതുന്നത്. അപ്പോൾ PI കണ്ടുപിടിക്കുക. ഇനി 1/ ഇക്വേഷൻ എഴുതി 2x + x² കൊടുത്തു. നെക്സ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ a + b ² ഓപ്പൺ ചെയ്യുന്ന ഒരു ഇതാണ് കിട്ടുന്നത്. സോ 1 + d ² കൊടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു ഇക്വേഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാമായിരിക്കും, ഇക്വേഷൻസിലെല്ലാം തന്നെ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ ഈ ഒരു ടേം എപ്പോഴും ഇങ്ങനെ ഫസ്റ്റ് പാർട്ടിൽ 1 കൊണ്ടുവരാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുക. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇവിടെ ഒരു 1 തന്നെയാണ് കിട്ടിയേക്കുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 1 + d ² എന്ന് എഴുതി ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി -2 എന്ന് എഴുതാം. ഇനി ഇവിടെ 1 ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇൻഫിനൈറ്റ് സീരീസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ടേം വരെ എഴുതണം എന്ന് അറിയാനായിട്ട് നമ്മൾ സൈഡിൽ ഡെറിവേറ്റീവുകൾ കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2 + 2x,
സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 ആണ്. തേർഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0 വരും അല്ലേ. സോ നമുക്ക് ഈ ഡി സ്ക്വയർ വരെ എഴുതി മതി, ബാക്കി എല്ലാ ടേമും 0 ആയിപ്പോവും. അങ്ങനെ ഇനി ഓരോ ടേം കൊണ്ട് ഓപ്പൺ ചെയ്യുവാണ്. അങ്ങനെ 2x + x², 2 ഡെറിവേറ്റീവ് ഉണ്ട് സൈഡിൽ, അത് എഴുതുക. പ്ലസ് 3 × d², 2 ആണ്. അപ്പോൾ 3 × 2 അങ്ങനെ കിട്ടി. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പോൾ 2x + x², അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു. 3 × 2 6. ഇനി എല്ലാം കൂടെ 2x -4x കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. -2x നമ്പറായ -4 + 6 + 2 ഇങ്ങനെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതാനായിട്ട് CF + PI കൊടുക്കുക. അങ്ങനെ വൈക്കൊരു ആൻസർ കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് എക്സാമ്പിൾ, d² + 4d + 5y = x³. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എഴുതി. d = കോംപ്ലക്സ് റൂട്ടാണ് കിട്ടുന്നത് കേട്ടോ. -b ഇക്വേഷൻ അറിയാമല്ലോ, അത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. -2 ± i കിട്ടും. കോംപ്ലക്സ് ആണ്. അപ്പോൾ കോംപ്ലക്സ് ആണെങ്കിൽ CF കണ്ടുപിടിക്കാൻ e⁴ α x ആ ഒരു ഫോം. അപ്പോൾ അങ്ങനെ സൊല്യൂഷൻ കിട്ടി. നെക്സ്റ്റ് PI കണ്ടുപിടിക്കാനായിട്ട് 1/d² + 4d + 5 കൊടുത്തു, x³. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് എപ്പോഴും ഒരു ഫസ്റ്റ് ടേം നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഒരു ഫസ്റ്റ് ടേം നമുക്ക് 1 വേണം. അപ്പോൾ ഈ ഒരു 1 എടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇക്വേഷനിലെ ഈ കോൺസ്റ്റൻറ്റിനെ അങ്ങ് ഔട്ട് സൈഡ് എടുക്കുക. ഇക്വേഷനിലുള്ള കോൺസ്റ്റൻറ്റ്, ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ഇല്ല, d² 4d അത്രേ ഉള്ളൂവെങ്കിൽ ഈ 4d ഇതുപോലെ ഔട്ട് സൈഡ് എടുക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ 1 ആക്കി കൊടുക്കണം. അത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇതുപോലെ വരുന്ന ഇക്വേഷൻസിൽ കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 1 കിട്ടും. അങ്ങനെ d² + 4d/5 വരും അല്ലേ, x³. ഇനി നേരത്തെ എപ്പോഴും എഴുതുന്ന പോലെ തന്നെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോവുക. അപ്പോൾ -1 x³. ഇനി ഇക്വേഷൻ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻഫൈനൈറ്റ് സീരീസ് ആണല്ലോ, അപ്പോൾ ഏത് വരെ ടേംസ് വേണം എന്ന് അറിയാനായിട്ട് സൈഡിൽ ഡെറിവേറ്റീവ്സ് എടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആണ് എടുത്തേക്കുന്ന x³. ഓരോ ടേമിനും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ചും എടുക്കാം. അപ്പോൾ x³ അങ്ങനെ d³ വരെ കിട്ടി. നെക്സ്റ്റ് d4 ഇല്ല, 0 ആയിപ്പോവും. സോ നമുക്ക് ആ ഒരു d³ വരെ വരുന്ന ടേമുകൾ എഴുതിയാൽ മതി ഇവിടെ. അപ്പോൾ അത് എഴുതാനായിട്ട് ഇക്വേഷൻ ഒന്ന് നോക്കിക്കൊള്ളണം, തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 1 പിന്നെ -x ആ വരുന്നത്. അപ്പോൾ ഈ ടേം സെക്കൻഡ് ടേം x കണ്ടോ, ഇവിടെ പവർ നെഗറ്റീവ് ആണ്. ഇപ്പോൾ ഒരു നെഗറ്റീവേ ഉള്ളൂ, ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ വരും. പ്ലസ് x² ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറും എടുത്തു. -x³ ആണ്. ഓക്കെ, അപ്പോൾ x³ വരെ കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു ടൈമിൽ അല്ലേ x³ a+b² ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ b³ എന്നൊരു ടേം വരും. ലാസ്റ്റ് ഒരു ടേം b³ വരും. b³ നമുക്ക് വാല്യൂ ഉണ്ട്. അപ്പം അതും കറക്റ്റ് നോക്കിയിട്ടേ ചെയ്യാവൂ. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഈ a+b² a+b³ ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ടാണ് പിന്നെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഇപ്പോൾ 1/5 ഇതാ ഇവിടെ കോമൺ എടുത്ത 1/5 ഉണ്ട്. ഇനി 1 × x³ ഇവിടെ 1/5 കോമൺ എടുക്കുകയാണ്. ഇനി ഈ രണ്ട് ടേമും കൊണ്ട് x³ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ d² x³ 4d x³ പ്ലസ് ഇവിടെ സ്ക്വയർ ആണല്ലോ, അപ്പോൾ 5-ൻ്റെതും 1/25 ഔട്ട് സൈഡ് എടുത്തു. ഇനി a+b² അങ്ങനെ d² ഹോൾ സ്ക്വയർ d⁴ അത് കൊടുത്തു. 8d² d + 16d² x³. അതേപോലെ ഇവിടെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ a+b³ ഇക്വേഷനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് സൈഡിൽ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇങ്ങനെയാണ് വരുന്ന ഇക്വേഷൻ. ഇപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് d² ആണ്. അപ്പോൾ അതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ പവർ പിന്നെയും ക്യൂബിനേക്കാളും കൂടുകയാണല്ലേ. അതുകൊണ്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ വരച്ച് എഴുതണ്ട. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ അവിടെയാണ് d³ വരുന്നത്. ബാക്കി എല്ലാം അതിൻ്റെ ഹയർ പവേഴ്സാണ് വരുന്നത്. അപ്പോൾ ആ ടേം മാത്രം എഴുതുക. ഓക്കെ, അതുപോലെ 5³ ഇവിടെ താഴെ 5 ഉണ്ട്, ഹോൾ ക്യൂബാണ് 5³. നെക്സ്റ്റ് x³ -1/5 ഇതൊക്കെ നമ്മൾ ഡെറിവേറ്റീവ് കൊടുത്തു. 1/25 ഇവിടെയൊക്കെ ഡെറിവേറ്റീവ് കൊടുത്ത് ഇൻറ്റു ഒക്കെ ചെയ്ത് എടുത്തേക്കുവാണ്.
എക്സ് ക്യൂബ്. ഇനി നമുക്ക് ആ ഒരു സെയിം വരുന്ന പവേഴ്സിൻ്റെ ടേംസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് എഴുതാം. എക്സ് ക്യൂബ് മൈനസ് 6x പ്ലസ് 5, ഇവിടെ പ്ലസ് 96/25. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ക്രോസ് ഒക്കെ ചെയ്തെടുക്കേണ്ടി വരും. എക്സ് ക്യൂബ് മൈനസ് 12/5 അങ്ങനെ സെയിം ടേംസ് ഒക്കെ ആഡ് ചെയ്ത് എഴുതിയേക്കുവാണ്. നെക്സ്റ്റ് എക്സിൻ്റെയും 2 ടേം ഉണ്ട്, ഈ ഒരു ടേമും ഈ ഒരു ടേം അടുത്ത് എഴുതി ക്രോസ് ഒക്കെ ചെയ്തെടുത്താണ് ഈ ഒരു വാല്യൂ എഴുതിയേക്കുന്നത്. നെക്സ്റ്റ് കോൺസ്റ്റൻറ്റ് ടേം, കോൺസ്റ്റൻറ്റ് ടേം 2 ടേമാണ് വരുന്നത്. അങ്ങനെ സൊല്യൂഷൻ കിട്ടും. ഇപ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് CF + PI ആണ്. താങ്ക് യു. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഉള്ള ഇക്വേഷൻസിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും ഫൈൻഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിൽ വരുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, അത് തന്നെയാണ് ഇക്വേഷൻ്റെ ഓർഡർ. ഇക്വേഷനിൽ വരുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കുക, അത് തന്നെയാണ് ഇക്വേഷൻ്റെ ഓർഡർ. നെക്സ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവർ, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവർ. ഓക്കെ, അതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഓർഡർ ഫൈൻഡ് ചെയ്യാം. ഇവിടെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d²s/dt² ആണ്. സെക്കൻഡ് ഡിഗ്രി, ഇത് ഫസ്റ്റ് ഡിഗ്രി. സോ ഓർഡർ 2. ഡിഗ്രി ഈ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവർ ആണ് 2 വന്നേക്കുന്നത്. ഇവിടെ പവർ 3 വന്നിട്ടുണ്ട്, ബട്ട് നമ്മൾ ഡിഗ്രി നോക്കുന്നത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവർ, അങ്ങനെ 2. നെക്സ്റ്റ് ഇക്വേഷനിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് സെക്കൻഡ് ഓർഡർ ആണ്, d²y/dx² ആണ്. സോ ഓർഡർ 2. ഡിഗ്രി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ 1 ആണ്, അങ്ങനെ ഡിഗ്രി 1. നെക്സ്റ്റ് y' + 5y. y' എന്ന് പറയുന്നത് dy/dxൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യാണ് y'. സോ ഓർഡർ 1, അതിൻ്റെ പവർ 1, അങ്ങനെ ഡിഗ്രി 1. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ y³ ആണ്, ശ്രദ്ധിക്കണം. ഇവിടെ y', y", അപ്പോഴാണ് ഡെറിവേറ്റീവ് വരുന്നത്. ഇവിടെ y-യുടെ പവർ 3 എന്നുള്ളതാണ്. അപ്പോൾ ഡെറിവേറ്റീവ് dy/dx ആണ്, ഫസ്റ്റ് ഓർഡർ ആണ്. സോ 1. ഡിഗ്രി ഇതിൻ്റെ പവർ 2. ഈ ഇക്വേഷൻ നോക്കിയാൽ ഇവിടുത്തെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ഓർഡർ, ഇത് സെക്കൻഡ് ഓർഡർ. സോ ഓർഡർ 2, ഇതിൻ്റെ പവർ 2. അങ്ങനെ ഓർഡറും ഡിഗ്രിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഫോർമേഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇപ്പോൾ ഒരു ഡേറ്റ തന്നിരുന്നാൽ, അല്ലെങ്കിൽ y = ഒരു സൊല്യൂഷൻ തന്നിരുന്നാൽ നമുക്ക് അവിടെ നിന്ന് എങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ +2 ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. അപ്പോൾ ഇവിടെ അറിയേണ്ടത് ലൈനിൻ്റെ ഇക്വേഷൻ ആണ് ആദ്യം അറിയേണ്ടത്. ദ ഇക്വേഷൻ ഓഫ് ലൈൻ, ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഇക്വേഷൻ ഇവിടെ തന്നിട്ടില്ല, ഓൾറെഡി നമുക്ക് ഈ ലൈനിൻ്റെ ഇക്വേഷനൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അല്ലാത്ത ക്വസ്റ്റ്യൻസിലൊക്കെ ആണെങ്കിൽ ഇക്വേഷൻ തന്നിരിക്കും. അപ്പോൾ ഇവിടെ ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ എന്ന് പറയുന്നത് y = mx ആണ്. അപ്പോൾ ഇവിടെ എന്താ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇക്വേഷനിൽ അത്രയും ടൈംസ് ആണ് നമ്മൾ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ച് ആ കോൺസ്റ്റന്റിനെ റീപ്ലേസ് ചെയ്ത് ലാസ്റ്റ് ഇക്വേഷനിൽ കോൺസ്റ്റന്റ് എല്ലാം ഡിലീറ്റ് ചെയ്തൊരു ഫോം കണ്ടുപിടിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് ഇക്വേഷൻ എഴുതി. ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റേ ഉള്ളൂ, സോ നമുക്ക് dy/dx ഫൈൻഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ dy/dx = m കോൺസ്റ്റന്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അങ്ങനെ m കിട്ടി റൈറ്റിൽ. ഇനി എമ്മിന് ഈ dy/dx എന്ന വാല്യൂ ഇക്വേഷൻ 1 പുട്ട് ചെയ്യാം. സോ പുട്ടിങ് 2 in 1 we get
y ഈക്വൽ ടു dy ബൈ ഡി എക്സ് എക്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എക്സ് dy ബൈ ഡി എക്സ് എന്ന് എഴുതാം. അങ്ങനെ ആൻസർ y ഈക്വൽ ടു എക്സ് dy ബൈ ഡി എക്സ് എന്ന് കിട്ടും. Example 2, obtain the differential equation corresponding to y equal to a cos x plus b. ഇക്വേഷൻ തന്നിട്ടുണ്ട് ഓൾറെഡി, സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എഴുതി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 കോൺസ്റ്റൻസ് ആ ഉള്ളത്, എയും ബി. അപ്പോഴേ നമ്മൾ വിചാരിച്ചോളണം 2 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഇക്വേഷനെ. അപ്പോൾ y1 കണ്ടുപിടിച്ചു, yക്ക് y1. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ എ കോൺസ്റ്റന്റ്, കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. സോ മൈനസ് സൈൻ, പിന്നെ ഇവിടെ വരുന്ന എക്സ് പ്ലസ് ബി കൊടുത്തു. അപ്പോൾ ഇനി എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കൂടെ എടുത്ത് ഇൻറ്റു ചെയ്യണം, ബട്ട് അത് 1 ആണ്. സോ ഇൻറ്റു 1 ഉണ്ട്. ഡിഫറൻഷിയേറ്റ് അഗൈൻ. ഇപ്പോൾ 2 വേരിയബിൾ ഉണ്ട്, 2 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ y2 ഈക്വൽ ടു മൈനസ് എ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എ എക്സ് പ്ലസ് ബി. അപ്പോൾ ഓൾറെഡി ഈ ഒരു വാല്യൂ എ കോസ് എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ 1 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് y പുട്ട് ചെയ്യാം, പിന്നെ ഈ മൈനസും, അങ്ങനെ മൈനസ് y. അപ്പോൾ y2 ഈക്വൽ ടു മൈനസ് y എന്ന് കിട്ടി. ഇപ്പോൾ y2 പ്ലസ് y ഈക്വൽ ടു 0. ഇക്വേഷൻ കിട്ടി, കോൺസ്റ്റന്റ് ഒന്നുമില്ല, ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസും ഉണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. സോ ആൻസർ ആയി. നെക്സ്റ്റ് എക്സാമ്പിൾ, ഫ്രം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് y ഈക്വൽ ടു cx പ്ലസ് എക്സ് സ്ക്വയർ ബൈ എലിമിനേറ്റിംഗ് c. ഓക്കെ, ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് y ഈക്വൽ ടു cx പ്ലസ് എക്സ് സ്ക്വയർ ബൈ എലിമിനേറ്റിംഗ് c. ഫസ്റ്റ് ഇക്വേഷൻ എഴുതി, ഗിവൺ സി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എഴുതി, ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. y1 ഈസ് ഈക്വൽ ടു സി, എക്സിൻ്റെത് 1, പിന്നെ എക്സ് സ്ക്വയർ 2x. ഡെറിവേറ്റീവ് ഓഫ് എക്സ് പവർ n എന്ന് പറയുന്ന n എക്സ് റൈസ് ടു n മൈനസ് 1 ആണ്. അങ്ങനെ എക്സ് സ്ക്വയർ 2x. സിക്ക് ഒരു വാല്യൂ എഴുതുന്നു, y1 മൈനസ് 2x. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റേ ഉള്ളൂ. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഇക്വേഷൻ 1 പുട്ട് ചെയ്ത് കൊടുത്ത് സി എലിമിനേറ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ y ഈക്വൽ ടു ഇങ്ങനെ കിട്ടുകയാണ്. ജസ്റ്റ് എക്സ് കൊണ്ട് ഓപ്പൺ ചെയ്തെടുത്തു, മൈനസ് 2x സ്ക്വയറും പ്ലസ് എക്സ് സ്ക്വയറും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ലെഫ്റ്റിൽ കൊണ്ടുവന്നു ഇക്വേഷനായിട്ട് എഴുതി. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് സോൾവിങ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് ഓർഡറും ഫസ്റ്റ് ഡിഗ്രിയാണ്. ഓൾറെഡി നമ്മൾ ഹയർ ഓർഡർ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ചെക്ക് ചെയ്തോളാം. ഇതൊക്കെ ഓൾറെഡി +2 ടോപ്പിക്കുകളാണ്, എന്നാലും ഡിഗ്രിക്ക് ചോദിക്കാൻ പഠിച്ചോളാം. സോ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ഫോം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ dy ബൈ ഡി എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ dy ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് എക്സ്, ദെൻ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ എന്താണ് ഈ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ് ടേംസ് ഡി എക്സിനോടൊപ്പവും വൈ ടേംസ് ഡി വൈയോടൊപ്പവും കൊടുക്കുക. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സൊല്യൂഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി എക്സിനെ ടേം, ഇവിടെ എക്സിൻ്റെ ടേമുകളേ ഉള്ളൂ. സോ ഡി എക്സിനെ ക്രോസ് ചെയ്ത് റൈറ്റിൽ കൊണ്ടുവന്നു, സൈൻ എക്സ് മൈനസ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഇൻ്റഗ്രൽ ഡി വൈ, ഇൻ്റഗ്രൽ സെപ്പറേറ്റ് ചെയ്തു, ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ എക്സ് കൊടുത്തു. ഇവിടെ വൈ ആണ്, 1 വരുന്നത്. സോ വൈ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്, പിന്നെ ഈ മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇൻ്റഗ്രൽ എക്സ് പവർ n എന്ന് പറയുന്നത് എക്സ് പവർ n പ്ലസ് 1 ബൈ n പ്ലസ് 1 ആണ്. അങ്ങനെ പ്ലസ് സി ആൻസർ കിട്ടും. നെക്സ്റ്റ് എക്സാമ്പിൾ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇക്വേഷൻ കണ്ടല്ലോ. അപ്പോൾ ഇവിടെയും നമുക്ക് എക്സിൻ്റെ ടേമുകളേ ഉള്ളൂ. സോ ഈ ഒരു ടേമിനെ റൈറ്റിൽ കൊണ്ടുവന്ന് ഡിവിഷൻ ചെയ്യാം. എന്നിട്ട് ഈ ഡി എക്സ് ക്രോസ് ചെയ്ത് റൈറ്റിൽ പോയി ഇൻറ്റു ഡി എക്സ്. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ്.
ഇൻ്റഗ്രൽ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്വസ്റ്റ്യൻ ഡി എക്സ്. ഓക്കെ, ഇൻ്റഗ്രൽ 1 ഡി വൈ എന്നാണ് വരുന്നത്. 1 വൈ ആണ്. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഒരു ഡിവിഷൻ കാണുമ്പോഴേ ലോഗ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. ഇ പവർ എക്സ്, പിന്നെ ഇ പവർ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇ പവർ മൈനസ് എക്സ്. സോ ഡെറിവേറ്റീവ് തന്നെയാണ്, അങ്ങനെ ലോഗ് ഓഫ് എന്ന് എഴുതാം, പ്ലസ് സി. നെക്സ്റ്റ് എക്സാമ്പിൾ, സോൾവ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ പ്ലസ് 1. അപ്പോൾ ഇവിടെ അത് ഒരു മിക്സായി കിടക്കുവാണ്. സോ നമുക്ക് ഈ ഒരു വൈയും പ്ലസ് എക്സ് വൈയിൽ നിന്നൊരു വൈ ഇങ്ങ് കോമൺ എടുക്കാം. അപ്പോൾ വൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ് എന്ന് വരും, പിന്നെ ഈ എക്സ് പ്ലസ് 1. ഓക്കെ, അതിനെ കൂടി ഒന്ന് അടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 1 പ്ലസ് എക്സ് ഇങ്ങ് കോമൺ എടുക്കാം. അപ്പോൾ 1 പ്ലസ് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 പ്ലസ് വൈ ആണ്. സോ എക്സും വൈ ഒക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. ഇനി ആ ഫോം കൊടുക്കാനായിട്ട് എക്സിൻ്റെ ടേമുകൾ ഡി എക്സിനോടൊപ്പവും വൈ ടേമുകൾ ഡി വൈയോടൊപ്പവും ചേർക്കുക. സോ ഇവിടെയുള്ള ഡി വൈ ഈ ഒരു ടേം d1 പ്ലസ് വൈ ക്രോസ് ചെയ്ത് ലെഫ്റ്റിൽ വരും. അതേപോലെ ഇവിടെ 1 പ്ലസ് എക്സ് ഉണ്ട്, ഡി എക്സും ഇതേപോലെ എഴുതുക. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഇവിടെ 1 പ്ലസ് എക്സ് ഡി എക്സ് ക്രോസ് ചെയ്ത് ഇൻറ്റു ആ വരുന്നത് അല്ലേ, ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ചെയ്യാനായിട്ട് ഇൻ്റഗ്രൽ 1/1 പ്ലസ് വൈ ഡി വൈ, ഇവിടെ ഇൻ്റഗ്രൽ 1 പ്ലസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിലുള്ളത്. സോ ലോഗ് അപ്ലൈ ചെയ്യാം. ഇവിടെയാണെങ്കിൽ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്, എക്സിൻ്റെത് x²/2 പ്ലസ് സി. സോ അങ്ങനെ ആൻസർ ആയി കഴിഞ്ഞു. നെക്സ്റ്റ് എക്സാമ്പിൾ, സോൾവ് എക്സ് പവർ 5 ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ പവർ മൈനസ് വൈ പവർ 5. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 5 നമുക്ക് ഡി എക്സിനെ അവിടെ നിർത്തിയിട്ട് ഡി വൈ ഇവിടെ ന്യൂമറേറ്ററിലാണ്. സോ ക്രോസ് ചെയ്ത് ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ ജസ്റ്റ് ഈ ഡി എക്സ് ഡി വൈ ഡിനോമിനേറ്ററിലല്ലേ കിടക്കുന്നത്, നമുക്ക് റെസിപ്രോക്കൽസ് എടുക്കാം. റെസിപ്രോക്കൽ എടുത്ത് ഡി എക്സ് ബൈ എക്സ് പവർ 5 ഡി വൈ ബൈ മൈനസ് വൈ പവർ 5. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1 ബൈ എക്സ് റൈസ് ടു 5, ഇവിടെ മൈനസ് ഉണ്ട്, 1 ബൈ വൈ റൈസ് ടു 5. അപ്പോൾ ഈ ഒരു ടേം നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, പവർ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിക്കോളുക. അപ്പോൾ എക്സ് റൈസ് ടു -5 എന്ന് വരും. ഇപ്പോൾ റിസൾട്ട് അപ്ലൈ ചെയ്യുക. -5 ഇൻ്റഗ്രൽ എക്സ് പവർ -5 ഈക്വൽ ടു എക്സ് പവർ -5 പ്ലസ് 1 ബൈ -5 പ്ലസ് 1. അങ്ങനെ -4 വന്നു, -4. റൈറ്റിലും അതേപോലെ. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും സെയിം വാല്യൂസ് ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഈ 1 ബൈ -4ഉം ഇവിടെ വരുന്ന 1 ബൈ -4ഉം ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ഈ ഒരു എക്സ് പവർ -4നെയും കൂടി ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്ന് എഴുതിയേക്കുവാണ് ഇവിടെ. 1 ബൈ എക്സ് റൈസ് ടു 4, ഇവിടെ വരുന്നത് നെഗറ്റീവ് ഉണ്ടല്ലോ, അതും കൂടെ എടുത്ത് പ്ലസ് ലെഫ്റ്റിൽ കൊണ്ടുവരാണ്. സോ പ്ലസ് ആവുന്നു. 1 ബൈ 5 പവർ 4 ഈക്വൽ ടു സി. ഓക്കെ, അല്ലെങ്കിൽ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് എഴുതിയാലും മതി. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.